നമസ്കാരം. മാർത്തോമ ന്യൂസിലേക്ക് സ്വാഗതം. ദൈവം ആഗ്രഹിച്ച മനുഷ്യൻ്റെ ഉത്തമ മാതൃകയായിരുന്നു ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലിത്ത എന്ന് യാക്കോബായ സുറിയാനി സഭ നിരണം ഭദ്രാസന മുൻ അധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലിത്ത. മാർത്തോമ സഭയുടെ ആഭിമുഖ്യത്തിലുള്ള 4ാമത് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലിത്ത സ്മാരക പ്രഭാഷണം കുമ്പനാട് മാർത്തോമ വലിയ പള്ളിയിൽ നിർവഹിക്കുകയായിരുന്നു മെത്രാപ്പൊലിത്ത. വിശാലമായ അറിവും ആഴമായ ആധ്യാത്മികതയും കൊണ്ട് അദ്ദേഹം നമുക്ക് അനുഗ്രഹമായി. മനുഷ്യനെ മനുഷ്യനാക്കുക എന്ന ധർമ്മത്തിനു വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചു. ജാതി മനുഷ്യനെ വെടിഞ്ഞ് ക്രിസ്തുവിൽ ഒരു നവമാനവികത കൈവരുത്തുവാൻ വലിയ മെത്രാപ്പൊലിത്ത നമ്മെ വെല്ലുവിളിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മൾ ക്രിസ്തുവിൽ ഒരു നവ മാനവികത കണ്ടെത്തുവാൻ ക്രിസോസ്റ്റം വലിയ തിരുമേനി നമ്മളെ വെല്ലുവിളിച്ചുവെങ്കിൽ എല്ലാ മനുഷ്യരും സമന്മാരാണെന്നുള്ള ഓൾ ഗ്രൗണ്ട് ഇസ് ലെവൽ അറ്റ് ദ ഫുട്ട് ഓഫ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ എല്ലാ നിലവും സമതലമാണ്, എല്ലാവരും തുല്യരാണെന്നുള്ള ചിന്ത എല്ലാ പ്രാവശ്യവും ക്രിസോസ്റ്റം വലിയ തിരുമേനി ഉറപ്പിച്ചു. മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത അധ്യക്ഷനായിരുന്നു. സാമൂഹിക മാറ്റത്തിന് ആഹ്വാനം നൽകിയ മാനവികതയുടെ പ്രചാരകനായിരുന്നു ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലിത്ത എന്ന് മെത്രാപ്പൊലിത്ത അനുസ്മരിച്ചു. സ്ഥിര വഴികളിൽ നിന്ന് മാറി മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങളിൽ അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചു. എല്ലാവരും അനുഭവിക്കേണ്ട വിഭവങ്ങൾ സ്വന്തമാക്കി വെക്കുന്നതല്ല, ഇല്ലായ്മക്കാരന് അവ ലഭ്യമാക്കണം. നാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. സഭയ്ക്ക് പുറത്തുള്ള സമൂഹവുമായി ജാതിമത ഭേദമന്യേ ജൈവബന്ധം പുലർത്തുന്നതിന് വലിയ മെത്രാപ്പൊലിത്ത ആഹ്വാനം നൽകിയിരുന്നതായും മെത്രാപ്പൊലിത്ത തുടർന്ന് പറഞ്ഞു. സാമൂഹിക മാറ്റത്തിന് ആഹ്വാനം നൽകിയ മാനവികതയുടെ പ്രചാരകനായിരുന്നു പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലിത്ത. തിരുമേനി എപ്പോഴും സ്ഥിരം വഴികളിൽ നിന്ന് മാറി നടക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്നു. മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങളായിരുന്നു തിരുമേനി ശ്രദ്ധ വെച്ചിരുന്നത്. അതിലേക്ക് വിരൽ ചൂണ്ടുവാൻ തിരുമേനി ശ്രദ്ധിച്ചു. നമ്മുടെ ശ്രദ്ധ അതിലേക്ക് നീക്കുകയും ചെയ്തു. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസിൽ സഖറിയ കോമാട്ട് എന്നിവർ പ്രസംഗിച്ചു. സഭാ കൗൺസിൽ അംഗവും ഇടവക വികാരിയുമായ റവറൻ ഡോക്ടർ ഡാനിയൽ മാമൻ, വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ എന്നിവർ പ്രാർത്ഥന നയിച്ചു. വികാരി ജനറൽ വേരി റവറൻ കെ എം മാമൻ സഭയുടെ ഉപഹാരം മാർ കൂറിലോസ് മെത്രാപ്പൊലിത്തയ്ക്ക് നൽകി. കുമ്പനാട് മാർത്തോമ വലിയ പള്ളി, ഇരവിപേരൂർ ഇമ്മാനുവേൽ മാർത്തോമ പള്ളി ഗായക സംഘങ്ങൾ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. സഭാ കൗൺസിൽ അംഗങ്ങൾ, വൈദികർ, മണ്ഡലാംഗങ്ങൾ, സഭാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവല്ല സെയിൻറ് തോമസ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 1 വർഷം നീണ്ട ശതാബ്ദി ആഘോഷങ്ങൾക്ക് അനുഗ്രഹീത സമാപനം. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തലമുറകളെ അറിവിലേക്കും ആത്മപ്രകാശത്തിലേക്കും നയിക്കാൻ ഗുരുക്കന്മാർക്ക് കഴിയണമെന്ന് മെത്രാപ്പൊലിത്ത പറഞ്ഞു. അധ്യാപനം ഒരു തൊഴിലല്ല, ഒരു ശുശ്രൂഷയും സമർപ്പണവുമാണ്. ഭാവി തലമുറയെ ലഹരി ആക്രമണ ആസക്തികളിൽ നിന്ന് മോചിപ്പിച്ച് സർഗാത്മകമായി വളർത്താൻ അധ്യാപകർക്ക് കഴിയണമെന്നും മെത്രാപ്പൊലിത്ത ആഹ്വാനം ചെയ്തു. ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി മുഖ്യ സന്ദേശം നൽകി. ഒരു വസ്തുവല്ല, ഒരു വ്യക്തിയെയാണ് എപ്പോഴും നിങ്ങളെല്ലാവരും കൈകാര്യം ചെയ്യുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ തകരുമെന്ന ഓർമ്മയോടെ വേണം വിദ്യാർത്ഥിയെ കൈകാര്യം ചെയ്യുവാൻ എന്ന് പറയും. വിദ്യാർത്ഥികളിൽ നമ്മുടെ മക്കളുടെ മുഖം കാണുവാൻ സാധിച്ചില്ല എങ്കിൽ ആ പരാജയപ്പെടുന്ന നിമിഷം മുതൽ അധ്യാപകൻ അയോഗ്യനാണ് എന്ന് പറയും. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമന്റെ അധ്യക്ഷതയിൽ മഹസ് സുവനീർ പ്രകാശനം മുൻ പ്രിൻസിപ്പൽ ഷാജി ജോർജ് നിർവഹിച്ചു. ഡയറക്ടറി പ്രകാശനം മുനിസിപ്പൽ ചെയർപേഴ്സൺ അനു ജോർജും, CD പ്രകാശനം വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോണും
നഭസ് പതിപ്പ് പ്രകാശനം വെരി റവറൻ ജോർജ് മാത്യുവും, ശ്രേയസ് പതിപ്പ് പ്രകാശനം സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ കുരുവിള മാത്യുവും, മെഗാ ക്വിസ് സമ്മാന വിതരണം റവറൻ സുനിൽ ചാക്കോയും നിർവഹിച്ചു. ടീച്ചർ എഡ്യൂക്കേറ്റർ നാൻസി എലിസബത്ത് വർഗീസിന് യാത്രയയൽപ്പ് നൽകി. പ്രിൻസിപ്പൽ മറിയം തോമസ്, റവറൻ ജെറിൻ കെ മാത്യു, വാളകം ജോൺ, പി ഗോപാലൻകുട്ടി മാസ്റ്റർ, എലിസബത്ത് ജേക്കബ്, ജെൻസി ജോസഫ്, സുബിൻ ഡി മാത്യു, എസ് കൃഷ്ണപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ യുവജന സഖ്യത്തിന്റെ ദളിത് കൺസേൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അടൂർ മാർത്തോമ യൂത്ത് സെന്ററിൽ ഒരുക്കിയ പൂക്കാലം വരവായി സീസൺ 2 യുവജന പഠന ക്യാമ്പ് സമാപിച്ചു. കലാപത്തിനിരയായി മണിപ്പൂരിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് പഠന ക്യാമ്പ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എത്രയും വേഗം അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ക്യാമ്പ് ആവശ്യപ്പെട്ടു. പരിസ്ഥിതി സംരക്ഷണം, ലഹരി വിരുദ്ധ സന്ദേശം, മതേതരത്വ സംരക്ഷണം, ദളിത് ക്രൈസ്തവ സംവരണം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രമേയങ്ങൾ പാസാക്കി. ഡോക്ടർ യുയാക്കിം മാർ കൂറിലോ സഫ്രഗൻ മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. വിശുദ്ധ കുർബാനയ്ക്ക് അടൂർ ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ നേതൃത്വം നൽകി. ക്രിസ്തുവിൽ ആഘോഷമാക്കേണ്ട സ്വത്വബോധവും സ്വാതന്ത്ര്യവും എന്നതായിരുന്നു ചിന്താവിഷയം. സീനിയർ ഫ്രണ്ട്സിന്റെ സംഗമവും സംഘടിപ്പിച്ചു. യുവജന സഖ്യം ജനറൽ സെക്രട്ടറി റവറൻ ബിനോയ് ദാനിയൽ, അസിസ്റ്റന്റ് സെക്രട്ടറി റവറൻ മിഥുൻ കെ ചാക്കോ, കൺവീനർ ജസ്റ്റിൻ ജോസഫ് അടൂർ, ജോയിന്റ് കൺവീനർ ഷാജി എ തുടങ്ങിയവർ നേതൃത്വം നൽകി. റവറൻ അനിൽ എബ്രഹാം പുല്ലാട് ചെയർമാനായി പ്രവർത്തിച്ചു. 125 പരം യുവജനങ്ങൾ പങ്കെടുത്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ, വികാരി ജനറൽ വെരി റവറൻ കെ വി ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു. യുവജന സഖ്യം വൈസ് പ്രസിഡന്റ് റവറൻ ഡോക്ടർ എബ്രഹാം സി പുളിന്തിട്ട അധ്യക്ഷനായിരുന്നു. ഡോക്ടർ വിനിൽ പോൾ, റവറൻ ഡോക്ടർ ഷിബു കുര്യൻ, റവറൻ മോൻസി വർഗീസ്, റവറൻ സുബിൻ എം മാത്യു, സ്നേഹ സൂസൻ മത്തായി തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ സ്മാരക പ്രഭാഷണം മെയ് 18 ഞായറാഴ്ച കുറിയന്നൂർ സെയിന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ നടത്തും. വൈകുന്നേരം 4 ചേരുന്ന സമ്മേളനത്തിൽ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത അധ്യക്ഷനായിരിക്കും. മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് പ്രഭാഷണം നടത്തുമെന്ന് സഭാ സെക്രട്ടറി എബി ടി മാമൻ അറിയിച്ചു. അടുത്ത വർഷം 114ാമത് മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിന് തിരുവനന്തപുരം വേദിയാകും. തിരുവല്ല ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ സമാപിച്ച 113ാമത് കോൺഫറൻസിന്റെ ബിസിനസ് യോഗത്തിൽ പ്രസിഡന്റ് റവറൻ പോൾ ജേക്കബ് അധ്യക്ഷനായിരുന്നു. ഉപരക്ഷാധികാരി മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ സമാപന സന്ദേശം നൽകി. സോഷ്യൽ മീഡിയയുടെ ഒരു യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നിച്ചു ചേർന്ന് സഭയുടെ ഭാഗമായി നിലനിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള വലിയൊരു സമർപ്പണത്തോടുകൂടെ ഇവിടുന്ന് കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2024 കോൺഫറൻസിന്റെ റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത, സക്കറിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഫറൻസിൽ ഇതാദ്യമായി 700ഓളം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉണ്ടായത് ശ്രദ്ധേയമായി. മാർത്തോമ യുവജന സഖ്യത്തിൻ്റെയും കോട്ടയം മാർത്തോമ വൈദിക സെമിനാരിയുടെയും നേതൃത്വത്തിൽ ദശദിന ഇൻറ്റൻസീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അടൂർ മാർത്തോമ യൂത്ത് സെന്ററിൽ ആരംഭിച്ചു. മെയ് 15 സമാപിക്കും. വികാരി ജനറൽ വെരി റവറൻ TK മാത്യു ഉദ്ഘാടനം ചെയ്തു. യുവജന സഖ്യം ജനറൽ സെക്രട്ടറി റവറൻ ബിനോയ് ദാനിയൽ, റവറൻ ബ്ലൈസു വർഗീസ്, റവറൻ അജി ചെറിയാൻ, റവറൻ മിഥുൻ കെ ചാക്കോ, ഷൈനു എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. യുവജനങ്ങൾക്ക് കാലികമായ ദൈവശാസ്ത്ര അഭ്യസനം നൽകുകയാണ് ലക്ഷ്യം. ഇൻട്രൊഡക്ഷൻ ടു ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ്സ്, തിയോളജി, റിലീജിയൻസ്, ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി, എത്തിക്സ്, കൗൺസിലിംഗ്, സോഷ്യൽ അനാലിസിസ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ പഠനങ്ങൾ നടക്കും. മാർത്തോമ സൺഡേ സ്കൂൾ സമാജം ചെന്നൈ, ബാംഗ്ലൂർ, ഭദ്രാസന നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ത്രിദിന വിദ്യാർത്ഥി ക്യാമ്പ് വേറിട്ട അനുഭവമായി. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. My body is the vessel where Jesus Christ
should be the anchor. അല്ലേ? ആണോ? സമാജം ഭദ്രാസന വൈസ് പ്രസിഡന്റ് റവറൻ നൈനു ചാണ്ടി, റവറൻ പി തോമസ് ഡാനിയൽ, റോബിൻ ജബരാജ്, സെന്റർ പ്രസിഡന്റ് റവറൻ മാത്യു ജോസഫ്, സെക്രട്ടറി ഡോക്ടർ ദീപ ഫിലിപ്പ്, കൺവീനർ അജി അമ്പോറ്റി, ട്രഷറർ ജോബി വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ഇടവകകളിൽ നിന്നായി 280 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ജീസസ് ക്രൈസ്റ്റ് ആങ്കർ ഓഫ് ലൈഫ് എന്ന വിഷയത്തിൽ പഠനങ്ങളും ഗ്രൂപ്പ് ചർച്ചകളും നടന്നു. മാർത്തോമ ചർച്ച് അനിമേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ലെവൽ അപ്പ് എന്ന പേരിൽ വർക്ക്ഷോപ്പ് കൊമ്പാടി ജോസഫ് മാർത്തോമ സെന്ററിൽ നടത്തി. വിവിധ മേഖലകളിൽ നേതൃത്വ പരിശീലന സെഷനുകൾ നയിക്കുന്നതിന് സമർപ്പിതരായ ട്രെയിനേഴ്സിന്റെ സംഗമമായിരുന്നു വർക്ക്ഷോപ്പ്. ഡോക്ടർ കെ ബാബു, അപ്പു ജോസഫ് ചാക്കോ, റവറൻ റെൻസി തോമസ് ജോർജ്, നിധി കോശി, പ്രൊഫസർ ജോയൽ എം ജേക്കബ് എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. മാർത്തോമ സഭ വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത ക്യാമ്പ് സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകി. വിവിധ ഇടവകകളിൽ നിന്നായി 30ഓളം പേർ പങ്കെടുത്തു. മാർത്തോമ സഭ നിരണം മാരാമൻ ഭദ്രാസന നേതൃത്വത്തിൽ കുമ്പനാട് കടപ്പുറയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ സെന്റർ ഫോർ ഡി അഡിക്ഷൻ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി എൻറിച്ച്മെന്റ് കേന്ദ്രത്തിനായി നിർമ്മിച്ച പുതിയ ഇരുനില മന്ദിരവും പാഴ്സനേജും 10-ന് കൂദാശ ചെയ്യും. രാവിലെ 8-ന് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത പ്രതിഷ്ഠാ ശുശ്രൂഷ നിർവഹിക്കും. ഭദ്രാസന സെക്രട്ടറി റവറൻ മാത്യൂസ് എ മാത്യു, ട്രഷറർ അനീഷ് കുന്നപ്പുഴ, ജനറൽ കൺവീനർ സി തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകും. മാർ ക്രിസോസ്റ്റം നവതി പ്രോജക്റ്റിന്റെ ഭാഗമായി കുമ്പനാട് കരിപ്പുറത്ത് പുത്തൻപറമ്പിൽ പരേതനായ ജാക്ക് ഫിലിപ്പ് ദാനമായി നൽകിയ 25 സെന്റ് സ്ഥലത്താണ് 6300 സ്ക്വയർ ഫീറ്റിൽ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ സെന്റർ നിർമ്മിച്ചത്. കുമ്പനാട്ടും പരിസരങ്ങളിലുമുള്ള പട്ടക്കാരുടെയും അന്മായ സമൂഹത്തിൻ്റെയും സഹകരണത്തിൽ ഡി അഡിക്ഷൻ പ്രവർത്തനങ്ങളും പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും കേന്ദ്രത്തിൽ നടന്നുവരുന്നു. പാലാപ്പറമ്പിൽ PJ തോമസ് നൽകിയ സംഭാവന കൊണ്ട് നിർമ്മിച്ച കെട്ടിടം വികസിപ്പിച്ച് പുതിയ ഒരു വൈദിക മന്ദിരവും നിർമ്മിച്ചു. സെന്ററിന്റെ പുതിയ ഡയറക്ടറായി റവറൻ കെ ഷിബു ശുശ്രൂഷകൾ ആരംഭിച്ചു. കൗൺസിലിംഗ് റൂം, നിരണം മാരാമൺ ഭദ്രാസനത്തിന്റെ ഡി അഡിക്ഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിനുള്ള 8 മുറികൾ, കുടുംബ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾക്കുള്ള കോൺഫറൻസ് ഹാൾ, ചാപ്പൽ തുടങ്ങിയ സൗകര്യങ്ങൾ ഈ ഇരുനില മന്ദിരത്തിലുണ്ട്. ഭാവിയിൽ 2 നിലകൾ കൂടി നിർമ്മിച്ച് പ്രവർത്തനം വിപുലീകരിക്കാൻ കഴിയും. മാർത്തോമ സഭ അനിമേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ടീനേജ് കുട്ടികൾക്കായുള്ള ചതുർദിന വ്യക്തിത്വ വികസന ക്യാമ്പ് ഉയിർ മെയ് 14 തിങ്കൾ മുതൽ 17 വ്യാഴം വരെ ചെറുകോൽപ്പുഴ യൂഹാനോൻ മാർത്തോമ ആൻഡ് മാത്യൂസ് മാർ അത്താനാസിയോസ് മെമ്മോറിയൽ സെന്റർ ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിൽ നടത്തും. മാർത്തോമ അനിമേഷൻ സെന്റർ ട്രെയിനിംഗ് ടീം ക്യാമ്പിന് നേതൃത്വം നൽകും. 13 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾ 9400102705 9961015858 എന്നീ ഫോൺ നമ്പറുകളിൽ ലഭിക്കും. അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ഷാലോം.